ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ ആലോചിച്ച് നോക്കൂ നിങ്ങളത് അതിനെപ്പറ്റി. ഈ കേരളക്കരയിൽ മുസ്ലിം സമുദായത്തിന് നേതൃത്വം നൽകിയിരുന്നത് ബഹുമാനപ്പെട്ട പൊന്നാനി മഖ്ദൂമിങ്ങൾ ആയിരുന്നു. ഏറ്റവും വലിയ മഹാന്മാർ. പൊന്നാനിയിൽ നിന്ന് ഒരു ഹുക്മെ, ഒരു മതവിധി പുറപ്പെട്ട് കളിക്കാൻ അതിനെ ചോദ്യം ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല. അത്ര വലിയ മഹാത്മാ, വലിയ ആലിമീങ്ങൾ, വലിയ മഹാത്മാ. പക്ഷേ ഞാൻ ആദ്യം നിങ്ങളോട് അറിയിച്ച ക്രമത്തിൽ ഏത് സാഹചര്യത്തിനും ഇവിടെ ഒരു എതിർ വിഭാഗം ഉണ്ടാകും. അങ്ങനെ അല്പകാലം കഴിഞ്ഞപ്പോൾ മഖ്ദൂം തറവാട് ക്ഷയിച്ചു. അത് ക്ഷയിച്ച ആ സമയത്ത് ബഹുമാനപ്പെട്ട വലിയ മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളവകൾ ഏറ്റവും വലിയ ആലിമും കുത്തുബ് സമാനുമാണ്. വലിയ ആലിഫാണ്, വലിയ വലിയാണ്. താൻ എന്ത് ചെയ്തു എന്നാൽ 70 കൊല്ലം മുമ്പ് താൻ എന്ത് ചെയ്തു? ആ കാലത്തുള്ള മുഴുവൻ സ്വാലിഹീകളായ ആലിമീങ്ങളെയും വിളിച്ചുകൂട്ടി. വലിയ ദീർഘദർശനം ഉള്ള ആളാണത്. വിളിച്ചുകൂട്ടിയും കൊണ്ട് പറഞ്ഞു, കേരളത്തിൽ പലതും സംഭവിക്കാൻ പോകുന്നുണ്ട്, പലതും ഇവിടെ സംഭവിക്കാൻ പോകുന്നുണ്ട്. ഇസ്ലാമിനെ സംരക്ഷിക്കേണ്ടുന്നത് ഈ രാജ്യത്തിൽ ഉള്ള ആലിമീങ്ങളുടെ ചുമതലയല്ലേ? അത് നിങ്ങളെ കൊണ്ട് ഒറ്റക്ക് വഹിക്കാൻ സാധ്യമല്ല. ഒറ്റക്ക് നിങ്ങൾക്ക് നിർവഹിക്കാൻ സാധ്യമാകുന്നതല്ല. അതുകൊണ്ട് നിങ്ങൾ സംഘടിത രൂപം കൈക്കൊണ്ടുകൊണ്ട് ഒരു സംഘടനയിൽ ആയി നിലകൊള്ളണം എന്ന് മഹാനവറുകൾ ആഹ്വാനം ചെയ്തു. കേരളത്തിലെ ആലിമീങ്ങളോട് രൂപം കൊണ്ടു അന്നുള്ള മഹാന്മാരായ സ്വാലിഹീങ്ങളെല്ലാം അതിൽ ഉൾപ്പെട്ടു. സന്തോഷഭരിതനായി മഹാനവറുകൾ 1 മണിക്കൂർ സമയം കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകിയും കൊണ്ട് ആ സംഘടനയ്ക്ക് വേണ്ടിയിട്ട് അതിന്റെ വർഗത്തിന് വേണ്ടിയിട്ട് ചെയ്തു എന്നാണ് ചരിത്രം പറയുന്നത്. അവിടെ ഉണ്ടായിരുന്നവരുടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ആ നിലക്കുള്ള മഹത്തായ സംഘടന നോക്കൂ. ആ സംഘടന അവിടുത്തെ ദീർഘദർശനം ചെയ്ത ക്രമത്തിൽ തന്നെ കേരളത്തിൽ എന്തെല്ലാം ചെയ്തു, എന്തെല്ലാം സേവനങ്ങൾ ചെയ്തു നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം. കേരളത്തിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന് വിരുദ്ധമായി ഏതെല്ലാം പാർട്ടികൾ കേരളത്തിൽ വന്നോ അതിനെ സംബന്ധിച്ചെല്ലാം തന്നെ മുസ്ലിം പൊതുജനങ്ങൾക്ക് അറിവ് നൽകി. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് ഇന്നതാണെന്നും അതിൽ അടിയുറച്ച് നിലകൊള്ളൽ ആവശ്യമാണെന്നും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന് വിരുദ്ധമായ കക്ഷികൾ ആ കക്ഷികളുടെ നിലപാടിച്ചതാണെന്നും മുസ്ലിം പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്തു. ആരാണ് ചെയ്തത്? സമസ്ത കേരള ജമിയത്തുൽ ഉലമയാണ്. മഹാനവറുകൾ പറഞ്ഞ ക്രമത്തിൽ പരിശുദ്ധ ഇസ്ലാമിന്റെ യഥാർത്ഥ രൂപം തള്ളി പറഞ്ഞുകൊണ്ടുള്ള എത്രയോ കള്ളശൈഖന്മാര് കേരളത്തിലാണ്. തനി ഹൈന്ദവ സിദ്ധാന്തവുമായി കേരളത്തിൽ കുറെ കള്ളശൈഖന്മാരോ അദ്വൈത സിദ്ധാന്തങ്ങൾ, പുനർജന്മവാദം, ഈ നിലക്കുള്ള സിദ്ധാന്തങ്ങളുമായി കള്ളശൈഖന്മാര് കേരളത്തിൽ വന്നു. ആ കള്ളശൈഖന്മാരെ എല്ലാം തന്നെ നിലക്ക് നിർത്താനും അതിന്റെ പൊള്ളത്തരം ജനങ്ങളെ മനസ്സിലാക്കി കൊടുക്കാനും സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് സാധിക്കും. അതല്ലാതെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയല്ലാതെ മറ്റൊരു സംഘടനയും ആ നിലക്കുള്ള പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടത്തിയിട്ടില്ല. നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. വേണമെങ്കിൽ സമസ്തയിലെ വിരോധികൾ ആ കള്ളശൈഖന്മാരെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് സമസ്തയെ എതിർക്കാൻ കഴിയുകയാണ് ആ കാലത്തൊക്കെ ചെയ്തത്. ആലോചിച്ച് നോക്കൂ. തനി ഹൈന്ദവ സിദ്ധാന്തങ്ങളായ അദ്വൈത സിദ്ധാന്തങ്ങളും പുനർജന്മവാദവുമായി വരുന്ന കള്ളശൈഖന്മാരെയും കൂട്ടുപിടിച്ച് സമസ്തയെ എതിർക്കാൻ വേണ്ടിയിട്ട് ഒരുപ്പെട്ടു എന്നത് പരമാർത്ഥമാണ്. ഞാൻ അവരുടെ പേരുകൾ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നതില്ല.
കേട്ടോ. ഇതെല്ലാം തന്നെ മഹാനവറുകൾ ദീർഘദർശനം ചെയ്ത് ഉണർത്തിയിട്ടുള്ളതിന്റെ ഫലമാണ്. ദുആ ചെയ്തതിന്റെ ആ ദുആയുടെ ബർക്കത്തും ആണ്. ആ നില നോക്കൂ നിങ്ങൾ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം സ്കൂളുകളിൽ വെച്ച് മതപഠനം പാടില്ല എന്ന് പാസാക്കി കേരളത്തിൽ 50% അത് അനുഗ്രഹമാക്കി തീർത്തു സമസ്ത കേരള ജമിയത്തുൽ ഉലമ. ആ പ്രഖ്യാപനം ഒരു അനുഗ്രഹമാക്കി സമുദായത്തിന് എല്ലാ പ്രദേശങ്ങളിലും മദ്രസ കെട്ടിടങ്ങൾ ഉയർന്നു. സ്കൂളിൽ മതപഠനം പാടില്ല എന്ന് പാസാക്കിയതിന്റെ ഫലമാണ്. പാടില്ല എന്ന് പാസാക്കിയത് കൊണ്ട് മതപഠനം വേണ്ട എന്നല്ല, മതപഠനത്തിന് പ്രത്യേകത എത്ര ഉണർന്നു. എന്റെ മാന്യ സ്നേഹിതൻ മുസ്ലിയാർ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ട്. 6000-ൽ പരം മദ്രസകളിൽ ഇന്ന് അംഗീകരിക്കപ്പെട്ട രീതിയിൽ 6000-ൽ പരം മദ്രസകളിൽ സമസ്തയുടെ കീഴിൽ വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ ശരിക്കും മുറച്ച് പ്രവർത്തിച്ചുകൊണ്ട് നിൽക്കുകയും ആണ്. അതിന് യഥാർത്ഥത്തിൽ എത്ര ചെലവ് വരും? അതിന്റെ മെയിൻ്റനൻസ്, അതിന്റെ നിലനിർത്താൻ വേണ്ടി എത്ര ഭാരിച്ച ചുമതലയാണ് അതിന് വേണ്ടി വരുന്നത് എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്കറിയാം. ഒരു സ്ഥലത്തും ഒരു ഭിന്നിപ്പും ഇല്ലാതെ വന്നു. ഒരു അല്പ നിമിഷത്തേക്ക് നിങ്ങൾ അല്പം ചിന്തിക്കണം. ഇതെല്ലാം എത്ര മഹത്തായ സേവനങ്ങളാണ് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. ചിട്ടയോട് കൂടിയുള്ള സമസ്ത കേരളയും ജമിയത്തുൽ ഈ ഘടകങ്ങളുടെയും നടത്തിപ്പാണ് അതിന് കാരണം. അങ്ങനെ ഈ മഹത്തായ സമസ്തയുടെ ഈ നേട്ടം, ആ നേട്ടം കണ്ട് അസൂയാലുക്കളായ ചില ജനങ്ങൾ തലവും. കാരണം ഞാൻ മുമ്പ് പറഞ്ഞതനുസരിച്ച് ഈ ലോകത്തിൽ ഉള്ള ബാത്തിൽ, ആ ബാത്തിൽ തലമുക്കൽ ഹസദിൽ നിന്നാണ്. ഏത് ബാത്തിലാവട്ടെ ആ ബാത്തിൽ തലമുക്കാൻ അതിന്റെ ബുദ്ധി ഹസദാണ്. ആലോചിക്കുന്നു, ഏത് ബാത്തിലായി ആ ബാത്തിലിന്റെ തലമുക്കാൻ ഉള്ള അസിൽ ബുദ്ധി, ആ ബുദ്ധി എന്തായിരിക്കും എന്നാൽ ഹസദ്. ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി ഇസ്ലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നുബുവത്ത് നൽകി ബഹുമാനിച്ചു. ആ കാര്യത്തിൽ ജനത്താക്കപ്പെട്ട ഇബ്ലീസിന്റെ അതിനെ ഹസദായി. അന ഖൈറുൻ മിൻഹു, ഞാനാണ് യോഗ്യൻ പറഞ്ഞവൻ. കണ്ടോ, ഞാനാണ് അതിന്റെ യോഗ്യൻ. ഹസദ്. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ മദീനയിൽ വന്നു. അങ്ങനെ വരുന്നതിന് മുമ്പ് തന്നെ അബ്ദുല്ലാഹിബ്നു ഉബയ്യിനെ ആ രാജ്യക്കാർ ഔസ് ഖസ്റജ് ഗോത്രങ്ങളിൽ രാജസ്ഥാനം നൽകി, നേതൃസ്ഥാനം നൽകി, മുടി ചൂടാം കിരീടം വെക്കാൻ ഒരുപ്പെട്ടതായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ മദീനയിൽ വന്നപ്പോൾ അവനെ അത് സൗകര്യപ്പെട്ടില്ല. അത് കാരണമായി ഹസദായി. കണ്ടോ, അങ്ങനെ ലോകത്തിൽ ഏത് സാധനം ബാത്തിൽ, ഏത് ബാത്തിൽ ഉണ്ടെങ്കിൽ അതിന്റെ ബുദ്ധി ഹസദായി. പക്ഷേ നാം അതിനെ എതിർത്തിട്ട് കാര്യമില്ല. കാരണം അത് ലോകത്തിന്റെ നിയമമാണ്. എതിർത്തിട്ട് ഒരു കാര്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്ലീസിനെ സൃഷ്ടിക്കാതിരുന്നുകൂടെ? ചെയ്യാം. പക്ഷേ ഈ ലോകത്തിന്റെ ഘടന ആ രീതിയിൽ അല്ല. അതുകൊണ്ട് അവൻ സൃഷ്ടിച്ചതാണ്. അബ്ദുല്ലാഹിബ്നു ഉബയ്യ് അവന്റെ പ്രവർത്തനങ്ങളെ കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വല്ല മംഗലവും സിദ്ധിച്ചോ? ഒന്നും സിദ്ധിച്ചിട്ടില്ല, സിദ്ധിക്കുകയുമില്ല. ആലോചിച്ച് നോക്കാം.